പശ്ചിമേഷ്യയിലെ യുദ്ധം ഉടൻ അവസാനിക്കില്ല എന്നാണ് ഇറാൻ്റെ പക്ഷം. മുൻ ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനെയ് ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഇറാനികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കും എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് മുജ്തബ ഹുസൈനി ഖാംനെയ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് അധികാരമേറ്റതിന് ശേഷം തൻ്റെ ആദ്യ പ്രസ്താവനയിൽ മുജ്തബ ഖാംനെയ് പ്രഖ്യാപിച്ചത്. പിതാവ് ആയത്തുള്ള അലി ഖാംനെയ് കൊല്ലപ്പെട്ട ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റിരുന്നു. തലനാരിഴയ്ക്ക് കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട മുജ്തബ ഖാംനെയ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പുക കണ്ടിട്ടേ അടങ്ങുകയുള്ളൂ എന്ന ശാഠ്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസ്താവന ഇങ്ങനെയാണ്: ഈ റംസാൻ കാലത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകളോട് മാപ്പ് ചോദിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ പ്രതികാരത്തിൻ്റെ ചൂട് അറിയും എന്ന് കടുപ്പിച്ച് അദ്ദേഹം പറയുന്നു. അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ അടച്ചുപൂട്ടുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് പ്രഖ്യാപനം. ഇതിനിടെ ചെങ്കടലിൽ തമ്പടിച്ച അമേരിക്കയുടെ ഭീമാകാരനായ പടക്കപ്പൽ USS ജെറാൾഡിന് തീപിടിച്ചു. പക്ഷേ നിന്ന് കത്തുന്ന കപ്പലിന് നാശനഷ്ടം ഇല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ കപ്പൽ ഇതുപോലെ ഹോർമുസ് കടലിടുക്കിൽ കത്തിച്ചാമ്പലായിരുന്നു. ഇറാൻ്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ പോലെ സൗമ്യ സ്വഭാവമുള്ള ആളല്ല ഈ മുജ്തബ ഖാംനെയ് എന്നാണ് മനസ്സിലാക്കുന്നത്. തൻ്റെ പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും കൂടപ്പിറപ്പുകളെയും എല്ലാം കൊന്ന അമേരിക്കയോടും ഇസ്രായേലിനോടും തീർത്താൽ തീരാത്ത പക ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പോൾ പിന്നെ ഈ യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നതെന്നും പറയേണ്ടതില്ലല്ലോ. ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് മാളത്തിൽ തലയിട്ട് മാളത്തിൽ തല കുടുങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക്. ഇതിൽ നിന്നിനി ഊരി വരാൻ കുറച്ചധികം പാടുപെടേണ്ടി വരും. അമേരിക്കൻ ജനത പോലും ഈ യുദ്ധം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അമേരിക്കൻ ജനത ഇപ്പോൾ ട്രംപണ്ണനെ കൈവിട്ട മട്ടാണ്. ഇതിനിടയിൽ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും സി ജിൻപിങ് ചൈനയും ഇറാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഇറാൻ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള ഒരു മട്ടാണ് ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഉള്ളത്. റഷ്യയും ഉത്തര കൊറിയയും ചൈനയും നേരിട്ടല്ലെങ്കിൽ പോലും ഇതിൽ ഭാഗമാകുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വമ്പൻ ശക്തികൾ ഒന്നിച്ചപ്പോൾ ഇറാന് ഒന്നുകൂടി ശക്തി കൂടി.